എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ കില്ലർ ബി അവൻ റാപ്പ് സോങ് ഒക്കെ പാടി അങ്ങനെ നിൽക്കാണ്. അത് കേട്ട് യാമുട്ടോ വാവ് നിനക്ക് പാടണല്ലേ. ഈ സമയത്ത് കുട്ടപ്പനാണെങ്കില് ആ നയൻ ടൈലുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യാനുള്ളതിന് നീ വെറുതെ വെറുതെ പാട്ടുപാടി സമയം കളയാണോ? അതിന് കില്ലർ ബി പറയും, ഒരിക്കലുമല്ല, നമ്മളെ കൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം കുട്ടപ്പനും ആ നയൻ ടൈലും അവർ രണ്ടുപേരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഏറ്റുമുട്ടുകയാണ്. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പൻ അവന് പതിയെ ബോധം തിരികെ കിട്ടും. അവന്റെ മനസ്സിലാണെങ്കില് അമ്മയുടെ ചിത്രം അത് മാത്രമാണ്. മാത്രമല്ല അമ്മയുടെ ഗെഞ്ചിപ്സ് ഉപയോഗിച്ചാണ് ഇപ്പൊ നയൻ ടൈലിനെ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. അപ്പൊ കുട്ടപ്പൻ അവൻ ചാടി എഴുന്നേറ്റ് അവന്റെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആ നെഗറ്റീവ് എനർജി അതിപ്പോ തിരികെ ആ നയൻ ടൈലിന്റെ ബോഡിയിലേക്ക് തന്നെ തിരികെ അയക്കാൻ തുടങ്ങും. അപ്പോഴേക്കും അമ്മ ഇപ്പൊ കുട്ടപ്പനോട് പറയും, കുട്ടപ്പ എനിക്ക് അധിക നേരം അതിനെ തടഞ്ഞു നിർത്താനാവില്ല, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. പക്ഷെ അപ്പോഴേക്കും ആ നയൻ ടൈല് ആ ചെങ്ങല മുഴുവൻ തകർത്ത് കുട്ടപ്പന്റെ നേർക്ക് ഓടി വരും. കുട്ടപ്പനാണെങ്കില് ഇപ്പൊ മൾട്ടി ഷാഡോ ക്ലോൺ ഉപയോഗിച്ച് ക്ലൗൺസുകളെല്ലാം തന്നെ ഇപ്പൊ റെസർഗൺ പവർ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ നേർക്ക് ഓടിയെടുക്കും. പക്ഷെ സെക്കൻഡുകൾ കൊണ്ട് ആ മോൺസ്റ്റർ കുട്ടപ്പന്റെ ക്ലൗൺസിനെ എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കും. ഉടനെ കുട്ടപ്പന്റെ അമ്മ ഒരു ചെയിൻ എടുത്ത് ഇപ്പൊ നയൻ ടൈലിനെ കുട്ടിക്ക് വലിക്കാൻ തുടങ്ങും. ആ സമയം കുട്ടപ്പൻ അവനൊരു ജയന്റ് റെസർഗൺ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ അതിന്റെ നേർക്ക് അങ്ങനെ കൊണ്ടുവരും. കുട്ടപ്പൻ അവൻ സേഗ് ജിപ്സുവിലേക്ക് പോയി റെസർഗൺ ഷുരിംഗ ക്രിയേറ്റ് ചെയ്ത് ആ നയൻ ടൈലിനെ അടിച്ചു തെറിപ്പിക്കും. അപ്പൊ അതേസമയം അവന്റെ ക്ലൗൺസ് എല്ലാം ചേർന്ന് ആ നയൻ ടൈലിനെ അതിനെ പിടിച്ചു വലിച്ച് അതിന്റെ പവർ അബ്സോർബ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. കില്ലർ ബീക്ക് ആണെങ്കിൽ ഭയങ്കര ആവേശാവും. കുട്ടപ്പ സൂപ്പർ, കമോൺ കമോൺ, അങ്ങനെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യ്. അവസാനം കുട്ടപ്പൻ ആ നയൻ ടൈലിലെ മുഴുവൻ പവറും ഇപ്പൊ അങ്ങനെ അബ്സോർബ് ചെയ്യും. കുട്ടപ്പൻ ഷോക്കാവും ഇപ്പൊ ആ പവർ കണ്ട്. അപ്പൊ അതേ സമയത്ത് ആ നയൻ ടൈല് അതങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ഇപ്പൊ ചെറുതാവാൻ തുടങ്ങും. പക്ഷെ ആ നയൻ ടൈൽ വിട്ടുകൊടുക്കില്ല. അത് വീണ്ടും ഇപ്പൊ കുട്ടപ്പന് നേരെ വലിയൊരു ടെയിൽ ബീസ്റ്റ് ബോംബ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഉടനെ കുട്ടപ്പൻ അവൻ അടുത്ത സെക്കൻഡില് ടെക്ടോഗ്രാം സീൽ ഉപയോഗിച്ച് ആ നയൻ ടൈലിനെ ലോക്ക് ചെയ്യും. ആ നയൻ ടൈല് അത് കലി കയറി നിലവിളിക്കും, നോ കുട്ടപ്പ, ഉറപ്പായിട്ടും നെക്സ്റ്റ് ടൈം നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതിന് കുട്ടപ്പൻ അവനിപ്പോ ആ നയൻ ടൈലിനോട് പറയും, ഐ എം സോറി, എന്റെ മുൻപില് വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ടാണ് നിന്റെ നയൻ ടൈലിന്റെ പവർ, നിന്റെ ഫുൾ പവറും ഞാൻ അബ്സോർബ് ചെയ്തത്. കട്ട് ചെയ്താ ഇപ്പൊ അവന്റെ അമ്മ കുട്ടപ്പനോട് പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം. അവസാനമായിട്ട് എനിക്ക് മിനട്ടോയെ ഒന്ന് കാണാനുണ്ട്. മാത്രമല്ല ചില കാര്യങ്ങള് എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചില കാര്യങ്ങള് അമ്മ പറയാൻ തുടങ്ങും. അമ്മ പറയും, 16 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കാര്യമാണിത്. ആക്ച്വലി നിനക്ക് മുൻപ് ഈ നയൻ ടൈല് അത് മറ്റാരും ആയിരുന്നില്ല, ഞാനായിരുന്നു. അത് കേട്ട് കുട്ടപ്പൻ അവൻ ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. അമ്മ പറയും, ആക്ച്വലി ഞാൻ ആരാണെന്നോ ഞാൻ എന്താണെന്നോ നിനക്കറിയില്ല. ആദ്യം ഞാൻ എന്നെ കുറിച്ച് പറയാം. ആക്ച്വലി ലീഫ് വില്ലേജിലേക്ക് എന്നെ കൊണ്ടുവന്നത് പോലും ആ നയൻ ടൈലിനെ അതിനെ കൺട്രോൾ ചെയ്ത് എന്റെ ബോഡിയിൽ സീൽ ചെയ്യാനാണ്. എന്റെ ഗ്രാമം അത് ഹിഡനഡി വില്ലേജ് ആണ്. അവിടെ നിന്നാണ് അവരെന്നെ ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുവന്നത്. ആക്ച്വലി ഹിഡനഡി വില്ലേജും ലീഫ് വില്ലേജും തമ്മിൽ വളരെ പണ്ട് മുതൽക്കേ നല്ലൊരു ബോണ്ടുണ്ട്. ആക്ച്വലി ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവര് സീല് ക്രിയേറ്റ് ചെയ്യാൻ ബഹുമിടുക്കരാണ്. നിന്റെ വയറ്റിലുള്ള ആ ടെക്ടോഗ്രാം സീല് അത് ഡെവലപ്പ് ആയതുപോലും ഞങ്ങളുടെ ഗ്രാമത്തിൽ വെച്ചാണ്. മാത്രമല്ല നിന്റെ മുതുകിലുള്ള ഒരു സിമ്പല്, ആ ഒരു സിമ്പല് അത് ആക്ച്വലി ഹിഡൻ എഡ്ഡി വില്ലേജിന്റേതാണ്. പക്ഷെ ആ വില്ലേജ് ഇപ്പൊ ഇല്ല, അത് മുഴുവനായിട്ടും നശിക്കപ്പെട്ടു. വാർ നടക്കുന്ന സമയത്ത് എല്ലാവരും ചേർന്ന് ടാർഗറ്റ് വെച്ച് ഞങ്ങളുടെ ഗ്രാമം അത് നശിപ്പിച്ചു കളഞ്ഞു. രക്ഷപ്പെട്ട കുറച്ചു പേര് അവര് വേറെ ഏതൊക്കെയോ ഗ്രാമങ്ങളിലെത്തി വളരെ കഷ്ടപ്പെട്ടാണ് പിന്നീട് സർവൈവ് ചെയ്ത് വന്നത്. ആക്ച്വലി എന്നെ ഇതിനുവേണ്ടി തെരഞ്ഞെടുക്കാനുള്ള കാരണം ഞങ്ങളുടെ ചക്ര പവറും ആ സീലിംഗ് ജിപ്സും അത് കണ്ടുകൊണ്ട് മാത്രമാണ്. ഈ രണ്ട് പവറുകൾക്ക് മാത്രമേ ആ നയൻ ടൈലിനെ ചെറുത്തു നിർത്താനും കൺട്രോൾ ചെയ്യാനും കഴിയൂ. ഞാൻ ആക്ച്വലി രണ്ടാമതാണ് ആ മോൺസ്റ്ററിനെ എന്റെ ബോഡിയിൽ സീൽ ചെയ്തത്. എനിക്ക് മുൻപ് അതിനെ സീൽ ചെയ്തത് ഫസ്റ്റ് ഹൊക്കാഗയുടെ വൈഫാണ്. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് പ്രായമായി മരണത്തോട് അടുത്തപ്പോഴാണ് ഈ ഒരു നയൻ ടൈൽ ഫോക്സിനെ മറ്റാരുടെങ്കിലും ബോഡിയിലേക്ക് മാറ്റണം എന്നൊരു തീരുമാനം അവര് കൈക്കൊണ്ടത്. അതിനുശേഷമാണ് എന്നെ തെരഞ്ഞെടുത്ത് ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുവന്നത്. ലീഫ് വില്ലേജിലുള്ള സനിയൻസോ മറ്റാൾക്കാർക്കോ ഒന്നും ഈ കാര്യത്തെക്കുറിച്ച് യാതൊരു അറിവോ ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ഹോക്കാഗയുടെ വൈഫിനെ നേരിട്ട് കണ്ടത്.
ആൾ എന്നോട് പറഞ്ഞത് ഇനിയാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുർഘടമായ വഴിയിലൂടെ നീ സഞ്ചരിക്കാൻ പോകുന്നത് എന്നാണ്. എന്റെ സന്തോഷം അത് ഞാൻ തന്നെ കണ്ടെത്തണം. അതിനോടൊപ്പം വലിയൊരു റെസ്പോൺസിബിലിറ്റിയും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്റെ കൂടെ തന്നെ ഇനിയുള്ള ജീവിതത്തില് എന്നോടൊപ്പം ഉണ്ടാവും. കട്ട് ചെയ്താ ഇപ്പൊ അമ്മ പറയും. അതിനുശേഷം എന്റെ സന്തോഷം അത് ഞാൻ തന്നെ കണ്ടെത്തി. എന്റെ ലൈഫ് ലോങ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടെയാണ് മിനിട്ടോയുടെ കൂടെ കഴിഞ്ഞു വന്നത്. മിനിട്ടോയും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പൊ കുട്ടപ്പനാണെങ്കില് അത് കേൾക്കുമ്പോ ഒരുപാട് വിഷമാവും. അവൻ കരയാണ്. കുട്ടപ്പൻ അവൻ ഒരുപാട് വിഷമത്തോടു കൂടെ ഇപ്പൊ അമ്മയോട് ചോദിക്കും, 16 വർഷങ്ങൾക്ക് മുൻപ് ആ യുദ്ധം നടന്നപ്പോ ഒരു മാസ്ക് മാൻ, അക്കാസ്കിയിലുള്ള ഒരു മാസ്ക് മാനാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അതിനമ്മ പറയും, അതെ, ആ അക്കാസ്കി ടീമിലെ മാസ്ക് മാൻ അവനാണ് ആ ഒരു യുദ്ധം ഉണ്ടാകാൻ, ആ യുദ്ധം ഉണ്ടാക്കിയ ഒരേ ഒരു കാരണക്കാരൻ. അതിനുശേഷമാണ് ആ 9 പോലും എന്റെ ബോഡിയിൽ നിന്ന് റിലീസായത്. ആക്ച്വലി ആ മാസ്ക് മാൻ അവൻ എങ്ങനെ ആ സീക്രട്ട് കണ്ടുപിടിച്ചു എന്നെനിക്കറിയില്ല. അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചത്. ആ സീക്രട്ട് അത് മറ്റൊന്നുമല്ല, ഒരേ ഒരു തവണയാണ് ലൈഫില് ആ ഒരു സീലിംഗ് ജിപ്സു അത് കുറച്ച് റിലീസ് ആവുക. ആ കറക്റ്റ് ടൈമിലാണ് അവൻ ആ മോൺസ്റ്ററിനെ എന്നിൽ നിന്നും അടിച്ചു മാറ്റിയത്. ആക്ച്വലി ആ ഒരു സമയം അത് മറ്റൊന്നുമല്ല, പ്രഗ്നൻസി ടൈമാണ്. അത് കേട്ട് കുട്ടപ്പൻ അവൻ ഷോക്കാവും. 16 വർഷങ്ങൾക്ക് മുൻപ് ഒക്ടോബർ 10 നിന്നെ പ്രസവിക്കുന്ന അതേ ടൈം അന്നാണ് ഇത് സംഭവിച്ചത്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് കുട്ടപ്പന്റെ അമ്മ ആൾ ഒരുപാട് ഹാപ്പി ആയിട്ട് ഇപ്പൊ മിനിട്ടോയോട് പറയും ഞാൻ പ്രഗ്നന്റ് ആണ്. ഒക്ടോബർ 10 നമുക്കൊരു കുഞ്ഞ് ജനിക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഫസ്റ്റ് ഹൊക്കാഗെയും ആളുടെ വൈഫും അവർ രണ്ടുപേരും കുട്ടപ്പന്റെ അച്ഛനെയും അമ്മയും കാണാനായിട്ട് അവിടേക്ക് വരും. ഫസ്റ്റ് ഹൊക്കാഗ പറയും, ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇവിടേക്ക് വന്നത്. അതായത് നിനക്ക് കുഞ്ഞ് പ്രസവിക്കുന്ന ആ സമയത്ത് അപ്പം നിന്റെ 9 സീലിംഗ് ജിപ്സു അത് ദുർബലാവും. സോ ആ സമയത്ത് 9 പുറത്തു വരാനുള്ള ചാൻസ് അത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിന്റെ പ്രഗ്നൻസി അത് മറ്റൊരു സ്ഥലത്ത് വെച്ച് വേണം നമുക്ക് നടത്താൻ. അതിന് സഹായത്തിനായി എന്റെ ഭാര്യ മിനട്ടോ, മറ്റു 2 ഷിനോബികള്, അങ്ങനെ എല്ലാവരും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ കുട്ടപ്പന്റെ അമ്മയെ പ്രഗ്നൻസിക്ക് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴായിരിക്കും സാസുകയുടെ അമ്മ സാസുകയായിട്ട് വരുന്നത് അവർ കാണാം. സാസുകയുടെ അമ്മയെ കണ്ട് ഒരുപാട് സന്തോഷായി. ഇപ്പൊ അവള് ചോദിക്കും, നിന്റെ കുഞ്ഞ് ബോയ് അല്ലേ? അവന്റെ പേരെന്താ? അതിനവള് പറയും, ഇവന്റെ പേര് സാസുക. നിനക്കും കുഞ്ഞ് ജനിക്കാൻ പോവല്ലേ, അവൻ എന്തെങ്കിലും പേര് നീ കണ്ടുവച്ചിട്ടുണ്ടോ? അതിനവള് പറയും, എന്റെ കുഞ്ഞിന്റെ പേര് അത് നറൂട്ടോ എന്നാണ്. അത്രയും പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ അവിടുന്ന് പിരിഞ്ഞു പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഗ്രാമത്തിന് പുറത്ത് അവൾക്ക് പ്രസവിക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഇപ്പൊ ചെയ്തു കൊടുക്കും. അവളാണെങ്കിൽ ഒരുപാട് വേദനയില് ഇപ്പൊ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും. അവളുടെ കൂടെ തന്നെ സീല് ചെയ്യാനായിട്ട് മിനട്ടോ അവളുടെ തൊട്ടടുത്ത് തന്നെ ഇപ്പൊ അങ്ങനെ നിൽക്കും. ഉടനെ മിനട്ടോ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ 9 കൺട്രോൾ ചെയ്യും. എന്നിട്ട് കുട്ടപ്പനെ അവൻ എങ്ങനെയെങ്കിലും പുറത്തെടുക്കാനായിട്ട് വീണ്ടും അവളുടെ വയറ്റില് പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്താ ഇപ്പൊ മിനട്ടോ അവൻ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ അകത്താണെങ്കില് അവളിപ്പോ കുട്ടപ്പനെ പ്രസവിക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.